എന്നെ ഒന്ന് സഹായിക്കണേന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനിതുപോലെ പറഞ്ഞു, നിങ്ങളുടെ ഹിതം എന്താണോ അവനെ എനിക്ക് തരാനാണെങ്കിൽ എനിക്ക് തിരിച്ചതായോ. എൻ്റെ അനിയനായിട്ടല്ല ഞാൻ ചോദിക്കുന്നത്, എൻ്റെ സഹോദരനായിട്ടല്ല ഞാൻ ചോദിക്കുന്നത്, എൻ്റെ അല്ല നിങ്ങളുടെയാണ്, നിങ്ങളുടെ മകനാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോ, ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് അവനെ തിരിച്ചതായോ എന്ന് പറഞ്ഞു. ഇതിൽ കൂടുതൽ അവനെ ഇനി വേദനിപ്പിക്കല്ലേ എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ഡോക്ടർ ഇല്ലയെന്നുണ്ട് ഞാൻ ഈ വിഷമിച്ച് ലിഫ്റ്റിൽ ഇറങ്ങി താഴോട്ട് പോവാം. താഴെ ചെന്ന് ഈ ഡോറ് തുറക്കുന്നത് മെയിൻ ഡോക്ടറിൻ്റെ മുന്നിലോട്ടാണ്. അപ്പം ഞാൻ ആ ഡോക്ടറെ എനിക്ക് 1 മിനിറ്റ് ഒന്ന് സംസാരിക്കണമെന്ന്. അപ്പോൾ ആൾ ധൃതിക്ക് പോവുക വേറെ ഏതോ ഓപ്പറേഷൻ്റെ കാര്യത്തിന്. ആൾ എന്നോട് പറഞ്ഞു, മോൾ എൻ്റെ കൂടെ ലിഫ്റ്റിൽ കയറിക്കോളാൻ പറഞ്ഞു. ഞാൻ ലിഫ്റ്റിൽ കയറിയിട്ട് ഞാൻ ആ ലിഫ്റ്റിൽ വെച്ചിട്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞു, അന്ന് എനിക്ക് കരച്ചിൽ വന്നില്ല, എനിക്ക് സങ്കടം വന്നില്ല, എനിക്ക് എവിടെ നിന്ന് ഇത്രയും ധൈര്യം വന്നു എന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എൻ്റെ അനിയനാണിത്, ആള് എൻ്റെ അനിയനാണ്, അപ്പം അടുത്ത എന്താ. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് മുഖത്ത് നോക്കി പറഞ്ഞു, ഇല്ല ഇനി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഡോക്ടേഴ്സാണ്, അപ്പോൾ അവരിതുപോലത്തെ ഒരുപാട് കേസ് കണ്ട് അവർക്ക് മരച്ചിരിക്കുന്നവർ. അവർ പറഞ്ഞു ഇല്ല ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇല്ലടോ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, കാരണം ഇത്രയും റിസ്ക് ഉള്ള ഒരു കാര്യം ഞങ്ങൾ ചെയ്തിട്ട് നാളെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നിങ്ങൾ ഞങ്ങളെ കുറ്റപ്പെടുത്തും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരിക്കലും ഇല്ല, എൻ്റെ അനിയൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം, ഒരിക്കലും ഞങ്ങൾ കുറ്റപ്പെടുത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ അന്ന് എന്നെ കണ്ടപ്പോൾ ഇതിലും ചെറുതാ. അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, അത് മോളെപ്പോലെ ഒരു കുഞ്ഞുകുട്ടി വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല, വലിയ ആൾക്കാരെ വിളിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടറെ എനിക്ക് ഇത്ര വയസ്സുണ്ട്, ഞാനൊരു ടീച്ചറാണ്, ഇവൻ്റെ കാര്യങ്ങളൊക്കെ ടേക്ക് കെയർ ചെയ്യുന്നത് ഞാനാ പറയണം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോഴും ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ, ഒട്ടും ചാൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ ആൾ കയറിപ്പോയി. അപ്പോഴും എൻ്റെ പ്രതീക്ഷ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ മനസ്സിൽ എൻ്റെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരേ ഒരു വചനം, ഭയപ്പെടേണ്ട ഞാൻ കൂടെയുണ്ട്. എന്നെ ഇത്രയും നിലനിർത്തിയൊരു വചനം ഇത് പോകുന്നുണ്ട് അതിൻ്റെ കൂടെ. അത് ഞാൻ പറയുകയല്ലേ, എൻ്റെ മനസ്സിൽ കൂടെ ഓടുക. എന്നിട്ട് ഞാൻ ഇതുപോലെ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് സഹായിക്കണം, എനിക്ക് മധ്യസ്ഥം നിൽക്കണം എന്നുള്ള രീതിക്ക് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് താഴെ എത്തി, പ്രതീക്ഷ കൈവിട്ട് പോവുക. റോഡിൻ്റെ അപ്പുറത്ത് എൻ്റെ അപ്പനും അമ്മയും വണ്ടിയിൽ ഞങ്ങളുടെ കാറിൻ്റെ ഫ്രണ്ടിൽ എന്താണെന്ന് ഉള്ളത് നോക്കാനായിട്ട് നിൽക്കുക. എനിക്ക് അവരോട് ചെന്നിട്ട് പറയാനായിട്ട് പറ്റത്തില്ല, ഇങ്ങനത്തെ കണ്ടീഷനാണ്, അവർ കൈ ഒഴിഞ്ഞു എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ കണ്ണടച്ച് ഇങ്ങനെ പോവാ ഫ്രണ്ടിലോട്ട്. ഞാൻ ആ റോഡ് ക്ലോസ് ചെയ്ത് അപ്പുറത്ത് പോണേക്ക് മുന്നേ നമ്മുടെ മൊബൈൽ നമ്പറും പേരും അവിടെ കൊടുക്കും. ആ ഡോക്ടർ എൻ്റെ മൊബൈലിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ബിൻസി എത്രയും പെട്ടെന്ന് NICUലേക്ക് വരാൻ പറഞ്ഞു. ആ വന്ന് അതേ സ്പീഡ് തിരിച്ച് കയറിപ്പോയി. തിരിച്ച് കയറിപ്പോയപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത്